എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലു ട്രാവലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാനും പ്രിയ സുഹൃത്ത് ഉണ്ണിയും കൂടി യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മഹാശിവക്ഷേത്രം കാണാൻ വേണ്ടിയാണ്. വനത്തിനുള്ളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വളരെ മനോഹരമാണ് അവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ യാത്ര അങ്ങോട്ടാണ്. പോകുന്ന വഴിയിൽ ഇവിടെ വളരെ വലിയ രീതിയിലൊരു ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടം കണ്ടു. പുതിയതായിട്ട് തുടങ്ങിയതാണെന്ന് തോന്നുന്നു. ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വെക്കാൻ വേണ്ടി അവിടെ അതിൻ്റെ കുറ്റിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. കോൺക്രീറ്റ് കുറ്റികളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതൊരു വളരെ നല്ലൊരു കാഴ്ചയായിട്ട് തോന്നി. അങ്ങനെ അത് നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ വണ്ടി നിർത്തിയത്. ഒരുപാട് ദൂരത്തേക്ക് ഇത് കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല കാഴ്ചയാണ്. ഇവിടെ ഒരു പച്ച ഫ്ലെക്സിൽ ഈ കർഷകൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അനിൽകുമാർ അപ്പുകുട്ടൻ. അപ്പം ചിതറ കൃഷിഭവൻ്റെ കീഴിലാണ്, ചടയമംഗലം ബ്ലോക്ക്, അതിൻ്റെ കീഴിലാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഞാനും ഉണ്ണിയും കൂടി ഇപ്പോൾ അമ്മയമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അമ്മയമ്പലം ശിവക്ഷേത്രം. ഈ സ്ഥലത്തിൻ്റെ പേരാണ് അരിപ്പ. ഇത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ ഒരു ബോർഡറായിട്ട് വരും. ഇവിടെയെല്ലാം തിക്ക് ഫോറസ്റ്റാണ്. അപ്പോൾ ഫോറസ്റ്റിനുള്ളിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. ഇതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് തന്നെ ഒരു പ്രത്യേക വൈബ് കേട്ടോ. കരിവീട്ടി പോലെയുള്ള വൻ വൃക്ഷങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് കാണാം. മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം കേട്ടോ. ഈ ക്ഷേത്രം കണ്ടപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത്, നമ്മൾ ശബരിമല പോകുമ്പോഴത്തേക്കും അവിടെ നിലയ്ക്കലിലൊരു ശിവക്ഷേത്രമില്ലേ, ആ ക്ഷേത്രം പോലെ തോന്നി എനിക്ക്. ക്ഷേത്രത്തിൻ്റെ പുറത്തൊരു CCTV ഒക്കെ വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് കണ്ട തേനീച്ച പെട്ടിയെന്നേ തോന്നുള്ളൂ. എന്തായാലും കൊള്ളാം, മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി ഭംഗിയോട് കൂടിയ ഒരു മഹാക്ഷേത്രം. ഇനി കാഴ്ചകളോടൊപ്പം തന്നെ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ചില അറിവുകളൊക്കെ നിങ്ങളോട് പറഞ്ഞു പോകാം. വനത്തിലെ നിശബ്ദതയിൽ ഒളിഞ്ഞിരിക്കുന്ന അപൂർവ ആത്മീയ കേന്ദ്രമാണ് അമ്മയമ്പലം ശിവക്ഷേത്രം. കേരളത്തിലെ മടത്തറ ഗ്രാമത്തിലും കുളത്തൂപ്പുഴ തെന്മല വനപാതയിലുമായി സ്ഥിതി ചെയ്യുന്ന ഈ ദിവ്യക്ഷേത്രം പ്രകൃതിയും വിശ്വാസവും ഒന്നിക്കുന്ന അപൂർവ ആത്മീയ അനുഭവമായി ഭക്തർ കാണുന്നു. പുരാതന ശൈവക്ഷേത്ര ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. ഉയരം തൊടുന്ന വൻമരങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന ശ്രീകോവിൽ വനത്തിന്റെ നടുവിൽ ആത്മീയ ശാന്തി പകരുന്ന അപൂർവ കാഴ്ചയാണ്. മരങ്ങളെയും പ്രകൃതിയെയും ദൈവസാന്നിധ്യമായി കണ്ട് ആരാധിക്കുന്ന പ്രത്യേക ആചാരങ്ങളും ഇവിടെ നിലനിൽക്കുന്നു. മൃഗങ്ങളും പക്ഷികളും വിവിധ ഇഴജന്തുക്കളും നിർഭയമായി ജീവിക്കുന്ന ഈ പ്രദേശം പ്രകൃതി സൗഹൃദ അന്തരീക്ഷത്തിനും പ്രസിദ്ധമാണ്. ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസങ്ങളിൽ ഏറ്റവും കൗതുകമുണർത്തുന്നത് അമ്മ സന്നിധാനം സംബന്ധിച്ച കഥകളാണ്. ക്ഷേത്രത്തിൽ നിന്ന് വനത്തിനുള്ളിലേക്ക് പോകുന്ന വഴിയിലൂടെ എത്തിയാൽ ഒരു വിശുദ്ധ കല്ലിനരികിൽ പാർവതി ദേവിയുടെ സാന്നിധ്യം അനുഭവിക്കാമെന്നാണ് ഭക്തരുടെ വിശ്വാസം. മനസ്സിൽ യഥാർത്ഥ ഭക്തിയുള്ളവർക്ക് മാത്രമേ ആ ദൈവിക അനുഭൂതി ലഭിക്കൂവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കുളത്തൂപ്പുഴ കഴിഞ്ഞ് തെന്മല ഭാഗത്തേക്കുള്ള വനപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ദിവ്യക്ഷേത്രത്തിലെത്താം. അരിപ്പ പ്രദേശത്തുള്ള അമ്മ സന്നിധാനത്തിൽ നിന്ന് കാടിനകത്തേക്ക് പോകുന്ന വഴിയിലും ചെറിയ ആരാധനാ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നതായി നാട്ടുകാർ പറയുന്നു. എല്ലാ മാസവും പൗർണമി ദിനങ്ങളിൽ ഇവിടെ പൊങ്കാലയും പ്രത്യേക പൂജകളും നടക്കാറുണ്ടത്രേ. ശിവരാത്രി മഹോത്സവം ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമാണ്. 7 ദിവസങ്ങളോളം നീളുന്ന ഉത്സവത്തിൽ ദീപാലങ്കാരങ്ങളും പ്രത്യേക പൂജകളും സംഗീത പരിപാടികളും നടക്കുന്നു. ഇടവമാസത്തിലെ പ്രതിഷ്ഠാ വാർഷികവും വലിയ ഭക്തി സാന്ദ്രതയോടെ ആഘോഷിക്കപ്പെടുന്നു. ഈ ശിവക്ഷേത്രത്തിലെ ഉപദേവതകൾ ഗണപതിയും പാർവതി ദേവിയുമാണ്. ഈ ക്ഷേത്രസന്നിധിയിൽ വെറുതെ വന്ന് നിന്നാൽ പോലും എന്തെന്നില്ലാത്ത അനുഭൂതിയും വല്ലാത്തൊരു ആത്മവിശ്വാസവും നമ്മുടെ ഉള്ളിലേക്ക് പടർന്നു കയറുന്നതായി തോന്നും. ഇതുവഴി ഒരു 2.5 കിലോമീറ്റർ വനത്തിനുള്ളിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പാർവതി ദേവിയുടെ ക്ഷേത്രത്തിലെത്താൻ കഴിയും. എല്ലാ പൗർണമി മാസവും അവിടെ പൊങ്കാലയുണ്ട്. അതുപോലെ തന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ അതേ ദിവസം തന്നെയാണ് ഈ ക്ഷേത്രത്തിലും പൊങ്കാല. ഈ മഹാശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് തമിഴ്നാടിനോട് അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തെങ്കാശി ഭാഗങ്ങളിൽ നിന്നൊക്കെ ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ എത്താറുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ഈ ക്ഷേത്രം സന്ദർശിക്കുവാൻ തിരുവനന്തപുരത്ത് നിന്നും വരുന്നവർക്കാണെങ്കിൽ തിരുവനന്തപുരം തെങ്കാശി ബസ്സിൽ കയറിയാലും ഈ ക്ഷേത്രനടയിൽ ഇറങ്ങാൻ കഴിയും.
കൊല്ലം ഭാഗത്തു നിന്ന് വരുന്നവർക്കാണെങ്കിൽ നിലമേൽ കടയ്ക്കൽ വഴിയും പുനലൂർ വഴിയും ഇവിടെ എത്തിച്ചേരാം. ദേ ആ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാന റോഡ്. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ, ആർക്ക് വേണമെങ്കിലും വന്ന് ആടാം. ഇനിയൊരു വിശേഷ ദിവസം ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ ഉണ്ണിയോട് പറഞ്ഞു. ഉണ്ണിയും അത് എന്നോട് പറയാനിരിക്കുകയായിരുന്നു എന്ന് അവനും പറഞ്ഞു. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നേ. നമ്മൾ മലയാളികൾക്ക് ഊഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ആട്ടമെങ്കിലും വെച്ചു കൊടുക്കാതെ പോയില്ലെങ്കിൽ ഒരു സമാധാനം വരില്ല. അങ്ങനെ ഞാനും കുറേ നേരം ഇരുന്ന് ഊഞ്ഞാലാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി ഉടൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക്